അജിത് പവാറിന്റെ മരണത്തിനു പിന്നാലെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു കഴിഞ്ഞു. അജിത് പവാർ മരിച്ച് ആഴ്ചയൊന്ന് തികയുന്നതിന് മുൻപ് തന്നെ സ്ഥാനാരോഹണത്തിനെതിരെ കോൺഗ്രസും ശിവസേന ഉദ്ധവപക്ഷവും രംഗത്ത് വന്നിരിക്കുകയാണ്. വിമാനാപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നും അതിനു പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നുമാണ് പറയുന്നത്. അതിന്റെ തെളിവുകളടക്കം പുറത്തുവിടുമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ മറാത്ത രാഷ്ട്രീയം തിളച്ചുമറിയുകയാണ്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച മഹാരാഷ്ട്രയിലെ ബാരാമതിക്ക് സമീപമുണ്ടായ വിമാനാപകടത്തിലാണ് പവാറിന് ദാരുണാന്ത്യം സംഭവിച്ചത്. പിന്നാലെ 48 മണിക്കൂറിന് ശേഷം ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. അപകടത്തിന്റെ സാഹചര്യങ്ങൾ ചോദ്യം ചെയ്തും ഗൂഢാലോചന ആരോപിച്ചുമാണ് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. രണ്ടു പ്രധാന NCP വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏകീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്തായിരുന്നു അപകടം. ഇതാണ് അട്ടിമറി സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ശിവസേന MP സഞ്ജയ് റാവത്താണ് ആദ്യം രംഗത്ത് വന്നത്. പവാറിന്റെ മരണത്തിനു പിന്നാലെ സാഹചര്യങ്ങളെ ചോദ്യം ചെയ്തും അന്വേഷണം ആവശ്യപ്പെട്ടും സഞ്ജയ് റാവത്ത് രംഗത്ത് വന്നതോടെ വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമായി. അജിത് പവാറിനുണ്ടായ അപകടത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും ഈ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്ന് MP പറഞ്ഞു. ഇതിൽ എന്തോ വലിയ ചതിയുണ്ട്. പവാർ പഴയ സഖ്യത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ പവാറിനെതിരെയുള്ള അഴിമതി ആരോപണവുമായി BJP വീണ്ടും രംഗത്തിറങ്ങിയതോടെ അജിത് പവാർ കടുത്ത പ്രതിസന്ധിയിലായി. പിന്നീട് ദുരൂഹമായ അപകടം സംഭവിച്ച് എന്നേക്കുമായി അജിത് പവാർ ഓർമ്മയായി. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സംശയിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ശിവസേന നേതാക്കൾ പറയുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് BJP നേതാക്കളെ കുറിച്ചുള്ള ചില ഫയലുകളുണ്ടെന്ന് അജിത് പവാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനർത്ഥം NDA വിടാൻ അജിത് പവാർ തീരുമാനിച്ചിരുന്നു എന്നു തന്നെയാണ്. അജിത് പവാർ ആ ബോംബ് പൊട്ടിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ NDA സർക്കാർ തന്നെ താഴെ വീഴുമായിരുന്നു. ഇതിനു പിന്നാലെയുള്ള മരണത്തിൽ ദുരൂഹത നിലനിൽക്കുകയാണ്. വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെടുമെന്ന് കോൺഗ്രസും അറിയിച്ചിട്ടുണ്ട്. അജിത് പവാറിന്റെ വിയോഗം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഭരണസഖ്യമായ മഹായുതിയിൽ ഒരേ സമയം വലിയ ശൂന്യതയും നിരവധി ചോദ്യങ്ങളുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 4 MLA-മാരും ഒരു ലോക്സഭാ MPയുമുള്ള അജിത് പവാർ വിഭാഗം സർക്കാരിന്റെ നിലനിൽപ്പിൽ നിർണായക ഘടകമാണ്. 6 തവണ ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ, പൃഥ്വിരാജ് ചൗഹാൻ, ഉദ്ധവ് താക്കറെ, ഏക്നാഥ് ഷിൻഡെ, ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവരുടെ മന്ത്രിസഭകളിൽ പ്രവർത്തിച്ച അപൂർവ റെക്കോർഡിനുടമയാണ്. കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെളിവുകൾ നിരത്തി അജിത് പവാറിന്റെ മരണം വെറും അപകടം മാത്രമല്ലെന്ന് തെളിയിക്കുമ്പോൾ മോദിയുടെയും കൂട്ടരുടെയും ചങ്കിടിക്കുകയാണെന്നും പറയേണ്ടി വരും.